തണുപ്പ് ഹലോ ഗൈസ്, ഊട്ടിയിലേക്കൊരു യാത്ര. നമ്മൾ നിലമ്പൂർ വഴി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ച് EV, നമ്മുടെ റോഷിത്തിൻ്റെ പുതിയ വണ്ടി. ബാക്കിൽ നമ്മളെ ശ്രാവൺ, അഭിലാഷ് എല്ലാവരും ഉണ്ട്. അപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഊട്ടിയിൽ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മളെല്ലാരും ഒരു ചായ കുടിക്കാൻ നിർത്തിയാൽ നമുക്ക് ചായ കുടിക്കാൻ നിർത്താം. നല്ലൊരു ചായ കുടിക്കാൻ നിർത്താം. ചായക്കട, നല്ലൊരു ചായക്കട അല്ലേ? ചായക്കട, നല്ലൊരു സ്ട്രോങ് ചായ. നല്ല പൊക്കോള വേണ്ട. ടേസ്റ്റ് പറയില്ല. ഇപ്പൊ ജലദോഷം വെച്ചിട്ട് കണ്ടാവില്ല ചാ. എത്താവില്ല, പക്ഷെ നേരത്തെ ഇതായിക്കൂടെ ഇറക്കി. ഈ വണ്ടിക്ക് ഇതുവരെയായിട്ട് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഓൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൻ്റെ ടെമ്പർ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പർ രജിസ്ട്രേഷന് ഈ നോർമൽ ടെമ്പർ രജിസ്ട്രേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ നിന്ന് ഇനി തിരിച്ചു വിടുമോ വണ്ടി കയറ്റി വിടൂല എന്നുള്ളത് അറിയില്ല. ഓൾറെഡി പിന്നെ അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞിട്ടാണുള്ളത്. മറ്റേ സ്റ്റെപ്പ് ഇടണം, മറ്റേ ഇങ്ങനെ വീഡിയോ ഉണ്ടാവും. ചുരം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ 71%. 268 കിലോമീറ്റർ ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചുരം കയറി കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. നമ്മളിത് ആ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 കിലോമീറ്റർ റൺ ചെയ്തപ്പോഴേക്ക് സിറ്റി മോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ 9% ചാർജാണ് കൺസ്യൂം ചെയ്തത്. നമ്മളിനി എക്കോയിലേക്ക് മാറ്റിയിട്ട് എന്താ പാടുന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതാ ചുരമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി 22 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ 58%. അപ്പോൾ ചുരം കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കൺസപ്ഷൻ ഉണ്ടായിരുന്നു. ആദ്യം സിറ്റി മോഡലായപ്പോൾ അത് എക്കോയിലേക്ക് മാറ്റിയപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. തമിഴ്നാട് റീച്ച് ചെയ്തു. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വെക്കുന്ന ഇവിടുന്ന് മുട്ട, വെളിച്ചെണ്ണ, വേറെ എന്തൊക്കെയാണ് മേടിക്കുന്നത്? ഉപ്പ്, മുട്ട, വെളിച്ചെണ്ണ, ഉപ്പ്, കുരുമുളക് പൊടി. ഓംപ്ലേറ്റ്. പക്ഷേ ഈ ഓംപ്ലേറ്റ് കഴിക്കില്ലല്ലോ. അല്ല, ഞാൻ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കഴിക്കില്ലേ? ബ്രെഡ് ഉണ്ട് ഇവിടെ. ബ്രെഡ് ഇതല്ല ബ്രെഡ്, കണ്ണും കാണില്ല. ഇത് കളർ മാറ്റിയാൽ വെച്ചാണ് ഒരു നല്ല സോഫ്റ്റ് സാൻഡ്വിച്ച് പൊളിഞ്ഞു. അതങ്ങനെ തന്നെയാണോ? അതങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഗൂഡല്ലൂർ കഴിഞ്ഞ് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. അടിപൊളി എല്ലാം പാടെ. നാട്ടിൽ നിന്ന് സ്റ്റൗ കൊണ്ടുവന്നിട്ട് ഓംപ്ലേറ്റും ചായ ഉണ്ടാക്കാനായിട്ട് അത് ഉണ്ടാക്കാനുള്ള ഒരു സാധനങ്ങളും മേടിച്ചില്ല. കത്തി മുതൽച്ച് സ്പൂണ് വരെ ഒരു സാധനം മേടിച്ചില്ല. എല്ലാ സാധനവും ഗ്ലാസ് ഏതാന്ന് കാണിച്ചു. വേറെന്താ വേണ്ടത്?
കട്ടിംഗ് ബോർഡ് ഉണ്ടോ? ഒരു സാധനം മേടിച്ചില്ല പക്ഷേ ഗ്ലാസ് വാങ്ങിക്കോ. കഞ്ഞിയിലേക്ക് എന്താ പറയും പൊട്ടി ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ചുണ്ടിൽ വെച്ച് കൊടുക്കട്ടെ, എന്നാ പിന്നെ ഇവന്റെ വർത്താനം അവിടെ ഉണ്ടാവില്ല. കുപ്പി ഗ്ലാസ് കിട്ടിയാ അടിക്കാൻ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് ഇനി ഒരു 30 കിലോമീറ്ററും കൂടി. അപ്പോൾ അതിന് മുന്നേ ഒരു സ്ഥലത്ത് നിൽക്കണ് നമ്മൾ നേരത്തെ മേടിച്ച ചായയും ഓംലേറ്റും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കിട്ടുക ലൈറ്റ് അടിക്കടാ. നല്ല ചായ, നല്ല സ്റ്റൗവ്, വെളിച്ചെണ്ണ ഇത് കട്ടിയായിട്ടൊന്ന് ഒരുക്കാൻ വേണ്ടി വെച്ചാണ്. അഭിലാഷ തണുപ്പ് എങ്ങനെ ഉണ്ട്? തണുപ്പെന്ന് പറഞ്ഞാലേ കുട്ടി തണുപ്പ് എങ്ങനെ വണ്ടി ഉള്ളില തണുപ്പ് കയ്യിലില്ല അഭിലാഷ് ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നലെ നൈറ്റിൽ ഊട്ടിയിലെത്തിയിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി തന്നെ ഉണ്ട്, അവിടെയാണ് താമസിച്ചത്. പക്ഷേ തണുപ്പ് എങ്ങനെ ഉണ്ട്? അടിപൊളി. ചെരുപ്പിടാതെ നിലച്ച് കൂട്ടാൻ പറ്റത്തില്ല. അടിപൊളി. ഇന്നലെ അത്യാവശ്യം ലേറ്റായി ഇവിടെ എത്തിയപ്പോൾ. നല്ല വ്യൂ ഉണ്ടോ? എന്താണ് നമ്മൾ ഇന്നലെ നിന്നിരുന്ന പ്രോപ്പർട്ടി. രാവിലെ ചായ ലാ ബ്ലൂംസ്. നമ്മൾ ഇതിനു മുന്നേ ഒരു 2020 ആകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ ക്യാരറ്റ് കൃഷി അങ്ങനെയുള്ള കുറേ പരിപാടികൾ. പക്ഷെ ഇപ്പോൾ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പാണ്. പിന്നെ നമ്മളെ കാറിൻ്റെ ചാർജ് ഏകദേശം ഒരു 20% ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ അത് രാവിലെ തന്നെ പോയി ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഞെറിങ്ങൊക്കെ പോകാൻ. നാട്ടിൽ നിന്ന് ഏകദേശം 90-91% ആക്കി വന്നാൽ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ചുരവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുറേ ചാർജ് അങ്ങനെ പോയി. ചുരത്തിൽ പോകുമ്പോൾ അതിൻ്റെ ആവറേജ് കുറയും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഊട്ടിയിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ നിന്ന പ്രോപ്പർട്ടി. നല്ല അടിപൊളി. നമുക്കിനി വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. പിന്നെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി പോകാം. ഓക്കെ. എത്ര ചാർജ് ഉണ്ട് ഇനി? 19% ചാർജ്. 19% അല്ലേ? ഇന്നലെ നമ്മൾ ഓടിയത് 182 കിലോമീറ്ററാണ്. 182 കിലോമീറ്റർ. 82% ചാർജ് യൂസ് ചെയ്തില്ലേ? കയറ്റം കയറിയോണ്ട് നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുവന്നതാണ്. ഓൾറെഡി 2 ഇത് സ്ലോ ചാർജിങ് ആണ്. ഇത് നമുക്കൊരു അരമണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഫുള്ളാവും. അപ്പോൾ ഇത് 2 ഫില്ലാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ XUV ഇവിടുന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14%, 38 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് കാണിക്കണം. പക്ഷെ നമുക്ക് ഇന്ന് ഇപ്പോൾ ഊട്ടി മൊത്തം ഇറങ്ങാനുള്ളതല്ല. അപ്പോൾ ഏകദേശം എത്ര ചാർജ് വേണ്ടി വരും? നമ്മളൊരു 80% ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കും. ഓക്കെ. എന്നിട്ട് പിന്നെ കറങ്ങിയിട്ട് നമുക്ക് ചാർജ് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടാനുണ്ടാവും. 80 ആക്കിയാലും നമുക്ക് ഓടാം. പിന്നെ എന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ചാർജ് ചെയ്യാം അല്ലേ? ഹൈ റേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ആ ചാർജിൻ്റെ കാൽക്കുലേഷൻ തെറ്റുക. ഓക്കെ. ഈ XUVൻ്റെത് 600 സംതിങ് റേഞ്ച് പറയുന്നുണ്ട്. പക്ഷേ ഏകദേശം ഒരു 400 സംതിങ് കിട്ടും. പക്ഷേ ഹൈവേയിലാകുമ്പോൾ ഒരു 500 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കമ്പനി പറയുന്നത് അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഒരു നോർമൽ സ്പീഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. ഓർക്കിപ്പോൾ നമുക്ക് കിട്ടിയ അതേമാതിരി തന്നെ മല കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹിൽ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീരെ അത് അത്ര കിട്ടൂല. ഇത് പഴയ മോഡൽ പഞ്ചീവിയ.
kilowatts ആണ് അത്? 67 ഉണ്ട്. ഇത് വേറെ എത്രയല്ലോ പറഞ്ഞു? 100 എത്രയല്ലോ പറഞ്ഞു? 20 ടോട്ടലാവും. ഇതതിൻ്റെ ആപ്ലിക്കേഷനാ? സ്കാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവാം. സ്റ്റാർട്ടായോ? You can check with the security. He said he's on here, there somewhere. Yeah, there's a guy standing here, right? He's there inside. You can check with him. ലോഡിംഗ് ആണല്ലോ. 15%. ഇപ്പോൾ ടൈം എത്രയാടാ? ഇപ്പോൾ ടൈം എത്രയായി? 11:54. 11:54. ഇപ്പോൾ 15%. ഓക്കെ, അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്, അടുത്തായിട്ടല്ല ആദ്യമായിട്ട് പോവാണ് കൊട്ടഗിരി. കൊട്ടഗിരി നമ്മളെപ്പോഴും ഫസ്റ്റ് ടൈം നമ്മളെപ്പോഴും ഊട്ടിയിൽ വന്നിട്ട് ആകെ പോകുന്നത് ആ ബോട്ട് തുഴയാനും പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലും. ഇപ്പോൾ ടൈം 12:44. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ചാർജിങ് നിന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 89-90%. എടാ 90% പോവല്ലേ? 90%. 89 ആയിട്ടില്ല, 91 ആണ്. 90 എന്താ ഒന്നിൻ്റെ കണക്കെന്താ? ഓ അങ്ങനെ ഉണ്ട് അല്ലേ? എടുത്തില്ല. അപ്പോൾ നമ്മളിനി സ്കൈ കണ്ടങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്കൈ ഇങ്ങനെ ഈ കൊട്ടഗിരി എന്ന് പറഞ്ഞാൽ കുറേ. അപ്പോൾ ഇതാണ് കൊട്ടഗിരിക്കുള്ള റൂട്ട്. പോകുന്ന വഴിക്ക് നോക്കണം ഇതേമാതിരത്തെ കുറേ നല്ല ലാൻഡ്സ്കേപ്പുകളുണ്ട്. ഈ ആകാശമാണ് ഇത്ര ഹൈലൈറ്റ് ആയിരിക്കണം. ഈ പച്ച ഇതിലിങ്ങനെ കറക്റ്റ് ഈ നീല ഇതിങ്ങനെ മേഘങ്ങളെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അടിയിലുണ്ട് കുറേ ചെറിയ ചെറിയ ടൗണുകളും കാര്യങ്ങളും ഉണ്ട്. അടിപൊളി. കൊട്ടഗിരിക്ക് ഇനി ഏകദേശം ഒരു 17 കിലോമീറ്റർ കൂടി ഉണ്ട്. കണക്കുണ്ടാവില്ല. ഇതെന്ത് എന്തോ സ്കൂളാ? ഇത് RDX അല്ല, ഇത് BDX ആണ്. ഇതാണ് വൈബ്. അടിപൊളി. നല്ല വ്യൂവും നല്ല ഓംലേറ്റും. നല്ല ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതാ ശ്രാവണ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റും അടിപൊളി. വാവ്, ഫ്രണ്ടില് നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂവും. ആകാശമൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ കിടക്കുക. സ്ട്രോബെറി ഊട്ടിയിൽ എവിടെയും കിട്ടാനില്ല. തെരഞ്ഞ് സ്ട്രോബെറി ഫാമിലെത്തുന്നുണ്ട്. അവിടെ എന്താ നോക്കാം. ஸ்ட்ராபெரி பறிச்சா தான் இருக்கும். அண்ணா மருந்து அடிச்சிட்டிங்களா? கீழே அடிக்கலையா? அவர்கிட்ட சொல்லிட்டு பழம் சாப்பிடுறதுனா பாக்ஸ் வேணுமா? பாக்ஸ் எவ்வளோ ரேட்டு?
ഒരു ബോക്സ് എവ്വളോ കിലോ 1 കിലോ ഇருக்கு இல்ல சின்ன பாக்ஸா 250 எவ்வளவு இருக்கு எவ்வளவு இது 100 രൂപ ഒരു ബോക്സിനോ? ടെസ്റ്റ് ചെയ്യാൻ തരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ മനസ്സിലായി സംഭവം സ്ട്രോബെറിയിലെ ഏതൊക്കെയാ? കേരള നോട്ടെ ഒക്കെ കൊടുക്കുന്നത് കളറിൽ മധുരം ഉണ്ടാവില്ല അല്ലേ? അടിപൊളി. മരുന്നടിച്ചില്ലല്ലോ ഇപ്പോ? മരുന്നടിച്ചില്ലല്ലോ? ഇങ്ങ അടിക്കാതെ അങ്ങോട്ടെ. അഭിലാഷ് ആക്ഷൻ ഒക്കെ കാട്ടിക്കളി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാല് പുളി അധികമല്ല. എത്ര ഒരു ബോക്സിന് എത്രയാ? 4000 ബോക്സ് എടുക്കാന്ന് വെച്ചാൽ 200 രൂപ, 5 എടുക്കാന്ന് വെച്ചാൽ 400 രൂപ. അടുത്തായിട്ട് നമ്മൾ ബ്ലൂബെറി, ഇവരെ കയ്യിൽ തന്നെ ബ്ലൂബെറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലൂബെറി എടുക്കാൻ വേണ്ടി പോവാം. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. ബ്ലൂബെറി അയ്യോ, നല്ലൊരു അമ്പലം ഉണ്ടല്ലേ എടാ. എടാ ആ അമ്പലം നോക്കിയാ നല്ല രസമുണ്ടല്ലേ. ഒരു ബോക്സ് 200 രൂപ. ബ്ലൂബെറി നല്ല ഫ്രഷ് ബ്ലൂബെറി ഉണ്ട് നാട്ടിൽ. വേണടാ ബ്ലൂബെറി വേണം. ബ്ലൂബെറി നല്ലതല്ലേ. 3 ബോക്സ് ഇവിടെയൊക്കെ അതേമാതിരി സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയാൽ നോക്കുന്നുണ്ട്. അതെ, അപ്പം ബ്ലൂബെറി എത്ര ഡിസ്പോസ് ചെയ്താൽ പറയുന്നത്? നല്ലൊരു അടിപൊളിയായിട്ടൊരു അമ്പലം. നല്ല രസമുണ്ട്. ഇതുണ്ട് ഇവിടെ ഫുള്ള് നല്ല പച്ച പുല്ല്, വേറെ ഒന്നുമില്ല. അതിൻ്റെ നടുവിലായിട്ടൊരു അമ്പലം. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് നമ്മൾ ബ്ലൂബെറി പറിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഇവരുണ്ട്, എല്ലാവരും വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കാം ബ്ലൂബെറി സ്ട്രോബെറി കിട്ടുന്നതൊക്കെ മേടിച്ചോന്നു. കിട്ടുന്നതൊക്കെ മേടിച്ചോന്നു. ഇതണ്ട വീഡിയോകളൊക്കെ ചെയ്തിട്ടാ ചോദിക്കുന്നത്. ഓക്കെ സ്കോട്ട്സ് അടിക്കി. ഇപ്പം പശുവിന്റെ ചാണകങ്ങളോടെ വേറെ വല്ലതും വരും. ഒരു സപ്പോർട്ട് പറ്റാ പിടി പൊങ്ങൂലട്ടാ. കൈയെടുത്തോ ഉള്ള മീമോ തോന്നോ? വെറുതെ ഓരോ തോന്നിയാസം കളിച്ച് ഞാൻ ആംബുലൻസ് വിളിക്കേണ്ടി വരും അവിടെ കൊണ്ടുപോകാൻ. ഇങ്ങനെ മണത്തി ഇങ്ങനെ അമ്പലം അല്ലേ. இந்த கோவிலெல்லாம் லைக் டெய்லி விளக்கு போடுமா இல்லை? வெள்ளிக்கிழமைனா பூசை நடக்கும். பூசை நடக்கும் വെള്ളിയാഴ്ച അല്ലേ. இந்த ஃபார்ம் இங்கே செரி டொமேட்டோ இருக்கு. பல செரி டொமேட்டோ இருக்கு. ஆனா அது பழம் வரல. செரி டொமேட்டோ இப்பதான் காய் செஞ்சு பிடிச்ச காய் வந்திருக்கு. ஓஹோ ആ മറ്റേ ചെറുത് അല്ലേ. സ്ഥലത്തിലൊക്കെ ഇടുന്ന ഓ വെയിലുണ്ട് അല്ലേ. പക്ഷെ കുഴപ്പമില്ലാത്തൊരു വെയിലല്ലേ.
അടുത്ത് നിൽക്കുന്നത് ബ്ലൂബെറി പറിക്കാൻ വേണ്ടിയതാണ്. ബ്ലൂബെറി, ഇത് മൊത്തം ബ്ലൂബെറീൻ്റെയാണ്. ബ്ലൂബെറീൻ്റെ മരങ്ങളത് മൊത്തം. ഇതൊന്നും ആയിട്ടില്ല, ഇത് പച്ചയാ. ഒരു ബ്ലാക്ക് കളർ ഇതാ ഇതുണ്ടോ പറക്കണ്ടാവില്ല, പക്ഷേ തിന്നാളി കിട്ടും. അമ്മേ ആദ്യമായിട്ടാണ് ഈ ബ്ലൂബെറീൻ്റെ മരം കാണുന്നത്, ഇങ്ങനെ കായ്ച്ചിക്കുന്നത് കാണുന്നത് അല്ലേ അഭിലാഷ്? ഈ ബ്ലൂബെറി ഇങ്ങനെ ഉണ്ടായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? റോയ്സ് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം അല്ലേ? ഈ കഴിച്ചു നോക്കി. ഏത് കഴിച്ചേ? ഈ ബ്ലൂ എടുക്കുക. ചകിരിച്ചോറിലോട്ടാ സാധനം ഉണ്ടാക്കി. അടിപൊളി. യെസ്, ഫൈനലി ബ്ലൂബെറി കിട്ടി. ബ്ലൂബെറി 40 വർഷം അപ്പടി ഇരിക്കും. 40 വർഷത്തെ പഴക്കമുള്ള ചെടിന്ന് പറിച്ചതാ. 40 വർഷമോ? ആ, അതൊക്കെ എത്ര വർഷമായി? 2 വർഷം. 40 വർഷം നിൽക്കും ചെടി. 40 വർഷം നിൽക്കും. 40 വർഷം അല്ലേ? നമ്മളിതാ വീട്ടിലെത്തി കഴിഞ്ഞു. നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി ഓടിയത് 436.4 കിലോമീറ്ററാണ്. നമ്മളിവിടെ നിന്ന് ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്ത് പോയി. അതിൽ ഏകദേശം നമ്മൾ 14% വരെ യൂസ് ചെയ്തു. അതിനുശേഷം 14 നിന്ന് ഒരു 90% ആക്കിയതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും ബാക്കി 41% ചാർജ്.